ഹലോ എവരി വൺ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുട്ടി സ്ക്രാംബ്ലറിനെ പരിചയപ്പെട്ടാലോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹുസ്ക്വർന സ്വാർപിലിൻ 250 ആണ്. ഇത് ഒരു എൻട്രി ലെവൽ സ്ക്രാംബ്ലറാണ്. ഇത് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിവ്യൂ വീഡിയോ ആയിരിക്കില്ല, കാരണം ഞാനും ഈ വണ്ടി ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്കൊരു റൈഡ് ഇംപ്രഷൻ വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ വണ്ടി കയറി എഴുന്നിട്ട് എനിക്ക് എന്തൊക്കെ തോന്നി എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പേ നമുക്ക് വണ്ടിയെ പറ്റി പറയുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ഹുസ്ക്വർണയുടെ കുറച്ച് ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഹുസ്ക്വർന എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മളെ സംബന്ധിച്ച് ഏറെ പുതുമയുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഹിസ്റ്ററിയൊക്കെ ഈ വണ്ടിയെ പറ്റി പറയാം. പിന്നെ ഇതിന് വേണ്ട ഒരു സെപ്പറേറ്റ് റിവ്യൂ നമുക്ക് പുറകെ ചെയ്യാം. കുറച്ചൊക്കെ വണ്ടി ഓടിച്ച് വണ്ടിയായിട്ട് കുറച്ച് ഇടവഴി കഴിഞ്ഞ് നമുക്കൊരു സെപ്പറേറ്റ് റിവ്യൂ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. നമുക്കപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നിന്ന് സംസാരിക്കുന്നതിലും നിങ്ങൾക്കിഷ്ടം വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അത് തന്നെയാണ് താല്പര്യം. സോ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഈ വണ്ടി ഒരു എൻട്രി ലെവൽ സ്ക്രാംബ്ലറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ സ്ക്രാംബ്ലർ? അതെല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സെമി ഓഫ് റോഡർ ബൈക്കിനാണ് സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സിറ്റി യൂസിനും അതുപോലെ തന്നെ ഓഫ് റോഡിനും പറ്റിയ ഒരു വണ്ടി. നമ്മൾ ഇത്രയും നാളും കാണാത്തൊരു മാരക ലുക്ക് തന്നെയാണ് വണ്ടിക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കാനാണേലും ആ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ കണ്ടാലേ നമുക്കൊരു ബിഗ് ബൈക്ക് ഫീൽ തരും. ഒരു 1000cc വണ്ടി അല്ലെങ്കിൽ ഒരു 600cc വണ്ടിയൊക്കെ അതിൻ്റെ ഒരു ലുക്ക് പോലാണ് ഈ വണ്ടി. വളരെ വളരെ ഡിഫറെൻ്റാണ്. നമ്മൾ ഇത്രയും നാളും കാണുന്ന പോലെ ഒരു കണ്ട് പഴകിയ ഒരു ഡിസൈനും ഇതൊന്നും അല്ല ഈ വണ്ടിക്കുള്ളത്. വളരെ വ്യത്യാസമുള്ളൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. ഇപ്പം വഴിയെ പോകുന്നവരെല്ലാവരും നോക്കുന്നുണ്ട്, ഇതേതാപ്പാ ഈ വണ്ടി, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി, ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, അത് വളരെ പ്രീമിയമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ഇപ്പം വണ്ടിയിലുള്ളത് ഫൈബർ ആണെങ്കിലും അതൊരു വളരെ മെറ്റാലിക് ഫീൽ തരുന്നൊരു ടൈപ്പ് സംഭവമാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ വണ്ടി കണ്ടാൽ ഒരു ബിഗ് ബൈക്ക് ഫീൽ തരും. ഈ ഹുസ്ക്വർന സ്വാർപിലിൻ, വിറ്റ്പിലിൻ അങ്ങനെയുള്ള പേരൊക്കെ നമുക്ക് വളരെ പുതുമയുള്ളതാണല്ലേ. പക്ഷേ ഹുസ്ക്വർന എന്ന് പറയുന്ന ഈ കമ്പനി അത്ര പുതിയ കമ്പനിയൊന്നുമല്ല. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബൈക്ക് മാനുഫാക്ചറേഴ്സ് ആണ് ഈ ഹുസ്ക്വർന എന്ന് പറയുന്ന കമ്പനി. ഒരു 1689കളിലാണ് ഈ ഹുസ്ക്വർന എന്ന് പറയുന്ന കമ്പനി രൂപപ്പെടുന്നത്. അത് പക്ഷേ അന്ന് ബൈക്ക് ഉണ്ടാക്കുന്ന കമ്പനിയായിട്ടൊന്നും അല്ല വന്നത് കേട്ടോ. അതൊരു ആംസ് ഫാക്ടറി ആയിരുന്നു. അതായത് തോക്കും, അന്നത്തെ രാജാവിൻ്റെ കീഴിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ഒരു കമ്പനിയായിരുന്നു ഹുസ്ക്വർന. പിന്നെ 1900 തുടക്കത്തോടെയാണ് ഇത് മോട്ടോർ സൈക്കിളിലേക്ക് തിരിഞ്ഞത്. അന്നത്തോടെ ഒരു റെവല്യൂഷൻ തന്നെയാണ് തുടങ്ങിയത്. ഈ ഓഫ് റോഡിങ്ങിനും എൻഡ്യൂറോ റേസിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഹുസ്ക്വർന. പക്ഷേ ഹുസ്ക്വർന എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ്. ഇന്ത്യയിലെ ഹുസ്ക്വർനയ്ക്ക് ജീവൻ കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം KTM തന്നെയാണ്. KTMൻ്റെ തന്നെ ഡ്യൂക്ക് 250 എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ മോഡൽ ആസ്പദമാക്കിയാണ് ഈ വണ്ടിയുടെ എൻജിനും സസ്പെൻഷനും ബ്രേക്സും സ്വിംഗ് ആമും ഫ്രെയിമും എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഈ സീറ്റും ഈ പാനലും ഈ ലുക്ക് വൈസ് ഉള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഹുസ്ക്വർന കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഹുസ്ക്വർനയുടെ സ്വാർപിലിൻ 250 ആണ്. അതാണ് ഞാൻ പറഞ്ഞത് സ്ക്രാംബ്ലറാണെന്ന്. പക്ഷേ ഹുസ്ക്വർനയ്ക്ക് തന്നെ ഇന്ത്യയിൽ വേറൊരു മോഡലും കൂടെ ഉണ്ട്, വിറ്റ്പിലിൻ 250. അതൊരു പ്രോപ്പർ കഫേ റൈസറാണ്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്ററും അത് വേറൊരു ക്ലാസ് വണ്ടിയാണ്. ഈ വണ്ടി ഡ്യൂക്ക് 250 ഇവോൾവ് ആയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഡ്യൂക്ക് 250യുടെ ഒരു ക്യാരക്ടറും കാണിക്കാത്തൊരു എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. അതായത് പവർ ഫിഗേഴ്സ് ആണെങ്കിലും ഡ്യൂക്കിനെക്കാട്ടും അല്പം കൂടുതലാണ്. ഇനീഷ്യലും ഡ്യൂക്ക് 250യെക്കാട്ടിലും കൂടുതലുണ്ട്. പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതിലൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് 250യുടെ അത്ര റിഫൈൻഡ് അല്ല ഇതിൻ്റെ എൻജിൻ വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ വണ്ടി ഓടിക്കാൻ. വളരെ നല്ലൊരു പ്ലീസിങ് ആയിട്ടൊരു ക്യാരക്ടറുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് വരുന്നത് ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കോർണറിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും വളരെ ഈസി ആയിട്ട് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഡിപ്പ് ചെയ്തങ്ങ് പോവുകയാണ്.
നമുക്ക് വലിയ എഫർട്ട് ഇടേണ്ടി വരുന്നില്ല. നല്ല രീതിയിലുള്ള കോർണറിങ് കോൺഫിഡൻസ് ഈ ടയർ തരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഒരു ലുക്കാണേലും കാര്യങ്ങൾ വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. സീറ്റ് വളരെ സ്ലിമ്മാണ്, ഒട്ടും വീതിയില്ലാത്ത സീറ്റാണ്. പക്ഷേ നീളമൊക്കെ ഉണ്ട്. ടാങ്കിലോട്ട് കയറിയാണ് സീറ്റ് തീരുന്നതൊക്കെ. പക്ഷെ എന്നാലും ഒരു കംഫർട്ടെന്നൊന്നും പറയാൻ ഇപ്പം നോർമൽ ഇതുപോലുള്ള ഷോർട്ട് റൈഡുകൾക്കൊക്കെ സീറ്റിൻ്റെ ഭാഗത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ സീറ്റിൽ നമുക്കൊരു ലോങ് ഡ്രൈവ് ഒറ്റ സ്ട്രെച്ചിന് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു റൈഡ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ ഗുണങ്ങളും പോരായ്മകളും പിന്നെ സ്പെക്കും കാര്യങ്ങളും എല്ലാം കൂട്ടി ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവിടം വരെ എല്ലാവർക്കും ബൈ.